ഈ വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ? പോലീസിന്റെ കനത്ത സുരക്ഷയാണോ ഏർപ്പെടുത്തിയിട്ടുള്ളത്? ഈ അറസ്റ്റ് വരുമെന്ന ഭയത്തിൽ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആക്കി ആളെ മുങ്ങിയിരിക്കുകയാണെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഗുഡ് മോർണിംഗ്. പശ്ചാത്തലത്തിലുള്ളത് അടൂർ മുണ്ടപ്പള്ളിയിലെ രാഹുലിന്റെ വീടാണ്. ഇവിടെ അടൂർ പോലീസിന്റെ കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെ ഈ വാർത്തകൾ പുറത്തു വന്നതിന്റെ പശ്ചാത്തലത്തിൽ സ്ഥലത്തേക്ക് പ്രതിഷേധങ്ങൾക്കുള്ള സാധ്യത കൂടി കണക്കിലെടുത്താണ് ജാഗ്രതാപൂർവ്വമുള്ള പോലീസിന്റെ ഇടപെടൽ. ഇന്നലെ വൈകുന്നേരം തോടുകൂടി SFI പ്രവർത്തകർ സംഘടിച്ച് ഇവിടേക്ക് പ്രതിഷേധവുമായി എത്തുന്നു എന്നതിന്റെ സൂചനകൾ ഉണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് പോലീസ് കാവൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതേസമയം തന്നെ കഴിഞ്ഞ ആഗസ്റ്റ് 21 നടിയുടെ വെളിപ്പെടുത്തൽ വന്നതിന് തൊട്ടു പിന്നാലെ അന്ന് രാത്രിയിൽ പാലക്കാട് ഉണ്ടായിരുന്ന രാഹുൽ മാങ്കൂട്ടം വീട്ടിലേക്ക് എത്തുകയും പിന്നീട് 2 ആഴ്ചയിലധികം തുടർച്ചയായി ഇവിടെ കഴിയുകയുമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഏറ്റവും സേഫ് എന്ന് MLA എന്നുള്ള സംരക്ഷണം ഉള്ള ഘട്ടത്തിലും ഏറ്റവും സുരക്ഷിതമായി കഴിയാൻ പറ്റുന്ന ഇടം എന്നുള്ള നിലയിൽ സ്വന്തം വീട്ടിലേക്ക് അദ്ദേഹം വരികയും പിന്നീട് ദിവസങ്ങളോട് ഇവിടെ താമസിക്കുകയുമാണ് ഉണ്ടായത്. എന്നാൽ ഇന്നലെ പാലക്കാട് നിന്നും മുങ്ങിയ രാഹുൽ അടൂരിലെ വീട്ടിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല. മൊബൈൽ ഫോൺ അദ്ദേഹത്തിൻ്റെ സ്വിച്ച് ഓഫാണ്. വാട്സപ്പിലടക്കം വിളിച്ചിട്ടും പ്രതികരണം ലഭിക്കാത്ത സ്ഥിതിയുണ്ട്. അതേസമയം രാഹുൽ മുൻകൂർ ജാമ്യത്തിനുള്ള ശ്രമങ്ങളിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ്. തിരുവനന്തപുരം സെഷൻസ് കോടതിയെയോ അല്ലെങ്കിൽ ഹൈക്കോടതിയെയോ ഇന്ന് സമീപിക്കാനുള്ള സാധ്യതയാണുള്ളത്. 11 മണിയോടുകൂടി മാത്രമേ അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ. അതേസമയം രാഹുലിൻ്റെ അടൂർ മുണ്ടപ്പള്ളിയിലെ വീട്ടിലേക്ക് ഇന്ന് ഇടതുപക്ഷ സംഘടനകളുടെ പ്രത്യേകിച്ച് SFI DYFI സംഘടനകളുടെ പ്രതിഷേധ മാർച്ചിനുള്ള സാധ്യതയുണ്ട്. രാഹുലുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ ആരും തന്നെയോ അതേസമയം അതോടൊപ്പം തന്നെ മേഖലയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയോ ഒന്നും തന്നെ ഈയിടത്തേക്ക് കാണാനും കഴിയാത്ത സ്ഥിതിയുണ്ട്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചരണ വിഷയമായി ശബരിമല മാറുന്നു എന്ന് കരുതപ്പെട്ടിരുന്ന ഘട്ടത്തിൽ തീർത്തും അപ്രതീക്ഷിതമായാണ് രാഹുലിന് എതിരെ ഇടവേളയ്ക്ക് ശേഷം ലൈംഗിക ആരോപണവുമായി ബന്ധപ്പെട്ട വിഷയം സജീവ ചർച്ചയായി മാറുന്നത്. ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തീർത്തും അപ്രതീക്ഷിതമായി കടന്നു വന്ന വിഷയം ഇടതുപക്ഷത്ത് വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒരു ഘടകമായി കൂടി മാറുന്ന സ്ഥിതിയുണ്ട്. തുടർ വാർത്തകൾക്കും അതോടൊപ്പം തന്നെ പോലീസിന്റെ അടക്കം തുടർ നീക്കങ്ങൾക്കും ഒക്കെ തന്നെ വലിയ രാഷ്ട്രീയ പ്രാധാന്യം കൂടി ഉള്ള പശ്ചാത്തലം എന്നുള്ളത് തെരഞ്ഞെടുപ്പ് ഘട്ടം എന്നത് തന്നെയാണ്. എന്തായാലും കോൺഗ്രസിനെ വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കുന്ന ഘട്ടം കൂടിയായി ഇത് മാറുകയാണ്. ആദ്യഘട്ടത്തിൽ പരാതിക്കാരി രംഗത്തേക്ക് വരാതിരുന്ന സാഹചര്യമാണ് ഉണ്ടായതെങ്കിൽ 3 മാസം പിന്നിടുന്ന ഘട്ടത്തിൽ പരാതിക്കാരി നേരിട്ട് മുഖ്യമന്ത്രിയെ കാണുന്നു. പോലീസ് വളരെ വേഗത്തിൽ. ഗോകുൽ ഇപ്പോൾ പാലക്കാട് നിന്നും നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഗോകുൽ, ഗുഡ് മോർണിംഗ്. ഗൃഹ സന്ദർശനം അടക്കമുള്ള പ്രചാരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. വലിയ പിന്തുണയാണ് മുൻ KPCC പ്രസിഡന്റ് ഭാഗത്തു നിന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ബാക്കി എല്ലാവരും എതിർത്ത് നിൽക്കുമ്പോഴും ഈ പൊതുവേദിയിൽ ഒരുമിച്ച് വേദി പങ്കിടേണ്ട എന്നത് മാത്രമാണ് ഇവരെടുത്ത നിലപാട്. കോൺഗ്രസിന്റെ നിലപാട് മറ്റൊന്നിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വലിയ കോളിളക്കം കോലാഹലമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ കേസുമായി പെൺകുട്ടി പരാതിയുമായി മുഖ്യമന്ത്രിയെ സമീപിക്കുന്നതും ഇന്നിപ്പോൾ ഈ മൊഴിയുടെ വിവരങ്ങൾ മാതൃഭൂമി ന്യൂസ് പുറത്തുവിടുന്നതും. വിശദാംശങ്ങൾ എന്ത് ഗോകുൽ? തീർച്ചയായും ഇന്ന് കൂടുതൽ നേതാക്കളുടെ പ്രതികരണങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരുപക്ഷെ VK ശ്രീകണ്ഠൻ MP അല്പസമയത്തിനുള്ളിൽ പ്രതികരിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതേസമയം തന്നെ കൂടുതൽ നേതാക്കൾ DCC പ്രസിഡന്റ് അടക്കമുള്ളവരുടെ പ്രതികരണങ്ങളും നമ്മൾ ഇന്ന് തേടും. എന്താണ് അവർക്ക് ഇതിൽ പറയാനുള്ളത്? കാരണം മണ്ഡലത്തിൽ എത്തിയതിനു ശേഷം രാഹുൽ സജീവമായിരുന്നു. ഇത്തരത്തിൽ ഔദ്യോഗിക പരിപാടികളിൽ ഒരുമിച്ചിരുന്നില്ല എന്നതൊഴിച്ചാൽ മറ്റെല്ലാ കാര്യങ്ങളിലും രാഹുൽ പങ്കാളിയായി. കണ്ണാടി പഞ്ചായത്തിലെ സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം രാഹുൽ പങ്കാളിയായിട്ടുണ്ട്. അത്തരത്തിൽ പല വിഷയങ്ങളിലും രാഹുൽ ഇടപെട്ട് പ്രചരണത്തിനടക്കം ഇറങ്ങി മണ്ഡലത്തിൽ സജീവമായി നിൽക്കുന്നതിനിടെയാണ് പെട്ടെന്ന് ഇങ്ങനെ വീണ്ടും ഒരു പരാതിയുമായി വരുന്നത്. ആ യുവതി പരാതിയുമായി വന്നതോടുകൂടി തന്നെ ഇതിൽ കേസ് രജിസ്റ്റർ ചെയ്തു. ഇതിന്റെ മാനമാകെ തന്നെ മാറി. ഇത്രയും ദിവസം രാഹുൽ ചോദിച്ചിരുന്നു പരാതിയില്ലല്ലോ എന്നാണ്. കോൺഗ്രസ് നേതാക്കളൊക്കെ ചോദിച്ചതും പരാതിയില്ലല്ലോ എന്നാണ്. ഇപ്പോൾ പരാതി വന്നു. അതിൽ കേസെടുത്ത് ഇനി കൂടുതൽ ഗുരുതരമായിട്ടുള്ള വകുപ്പുകളാണ് രാഹുലിനെതിരെ വരാൻ പോകുന്നത്. അപ്പോൾ എന്തായിരിക്കും ഇനി ബാക്കി ഇവരുടെ പ്രതികരണം എന്നുള്ളതാണ്. രാഹുൽ ഇപ്പോൾ ജില്ലയിലില്ല, പാലക്കാട് മണ്ഡലത്തിലില്ല, വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഇപ്പോൾ ഇന്ന് രാവിലെ അല്പസമയം മുൻകൂടി നമ്മൾ ഫോണിൽ രാഹുലിനെ കിട്ടിയിട്ടില്ല. MLA ഓഫീസ് പൂട്ടിയ നിലയിലാണ്. രാഹുലിന്റെ ഫ്ളാറ്റിന്റെ കീഴെ രാഹുലിന്റെ വണ്ടിയുണ്ട്, പക്ഷെ രാഹുൽ ഫ്ളാറ്റിലില്ല. അങ്ങനെ രാഹുൽ എവിടെയാണെന്നുള്ളത് ഇപ്പോൾ നിലവിൽ ആർക്കും അറിയാത്ത ഒരു സ്ഥിതിയാണ്. രാഹുലുമായി അടുത്ത നിൽക്കുന്ന കേന്ദ്രങ്ങൾക്ക് പോലും രാഹുൽ എവിടെയാണെന്ന് അറിയില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. രാഹുലിന്റെ ഒപ്പമുള്ള സ്റ്റാഫിന്റെ നമ്പറും സ്വിച്ച് ഓഫ് ആണ്. അപ്പോൾ രാഹുൽ എവിടെയാണെന്നോ ഒരു പിടുത്തവും നമുക്കില്ല. രാഹുലുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന
മേഖലയിലെ വെല്ലുവിളിയെ നേതാക്കൾക്ക് തുടർന്ന് ഈ പോലും പരാതിയുമായി പെൺകുട്ടി മുഖ്യമന്ത്രിയെ സമീപിക്കും എന്ന ഒരു തോന്നൽ അല്ലെങ്കിൽ അറിവ് നേരത്തെ ഉണ്ടായിരുന്നിരിക്കണം. അതുകൊണ്ട് വളരെ പ്ലാൻ ചെയ്ത ഒരു നീക്കം തന്നെയാണ് നടത്തിയിട്ടുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തും ഒപ്പമുള്ള പ്രവർത്തകരുടെയും ഓഫീസിലെ സ്റ്റാഫിന്റെ അടക്കം ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്ത് ഇരിക്കുന്ന ഒരു ബന്ധങ്ങൾ വിച്ഛേദിച്ചിരിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് ആ ഒരു പ്രതീക്ഷയിൽ നിന്ന് തന്നെ ഉണ്ടായതായിരിക്കാം. മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ടാവാം. നമുക്ക് അനന്തകൃഷ്ണൻ തുടരുന്നുണ്ട്. അനന്തൻ, ഈ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ അനുസരിച്ച് നിർബന്ധിച്ച് ഒരു പെൺകുട്ടിയെ അശാസ്ത്രീയമായ ഗർഭഛിദ്രത്തിന് വിധേയാക്കി എന്നതാണ്. ഒരിക്കലും ശാസ്ത്രീയമല്ലാത്ത ഗർഭഛിദ്രം നിയമപരമേ അല്ല എന്ന നിലയിൽ അത്തരത്തിലൊരു ഗുരുതരമായ പിഴവ് കൂടി ഉണ്ടായിരിക്കുന്നു. ഈ പെൺകുട്ടിയെ വഞ്ചിച്ചു എന്നതിലപ്പുറം അശാസ്ത്രീയമായ ഗർഭഛിദ്രം എന്നൊരു കാര്യം കൂടി ഇവിടെ നിലനിൽക്കുന്നുണ്ട്, അല്ലേ? തീർച്ചയായിട്ടും മോത്തി, ഈ ഗർഭം ഒഴിവാക്കാൻ വേണ്ടി സുഹൃത്തിൻ്റെ പക്കൽ മരുന്ന് കൊടുത്തുവിട്ടെന്നാണ് പെൺകുട്ടി മൊഴി നൽകിയിരിക്കുന്നത്. അത് നിർബന്ധിപ്പിച്ച്, അത് പലവട്ടം ആ പെൺകുട്ടി അത് കഴിക്കുന്നതിൻ്റെ അപകടാവസ്ഥയൊക്കെ സൂചിപ്പിച്ചപ്പോൾ അത് നിർബന്ധിച്ച് അത് സേഫാണ് എന്ന് ബോധ്യപ്പെടുത്തി കഴിപ്പിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. മാത്രമല്ല, വീഡിയോ കോളിലൂടെ ആ മരുന്ന് കഴിക്കുന്നു എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉറപ്പുവരുത്തുകയും ചെയ്തു. അതിനുശേഷം വളരെ ദയനീയമായ അല്ലെങ്കിൽ ഭയാനകമായ ശാരീരിക അവസ്ഥകളിലൂടെയാണ് കടന്നുപോയതെന്ന് പെൺകുട്ടി പറയുന്നു. 3 ദിവസം രക്തസ്രാവം ഉണ്ടായി. ഒടുവിൽ പരിശോധനയ്ക്കായി ഡോക്ടറുടെ അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടർ ശകാരിക്കുകയാണ്. അതായത് ജീവൻ തന്നെ അപകടത്തിലാക്കി കളഞ്ഞു എന്നാണ് ഡോക്ടർ പറഞ്ഞിരുന്നത് എന്നും ആ കുട്ടി മൊഴി നൽകിയിട്ടുണ്ട്. അപ്പോൾ അത്രയും ഗുരുതരമായ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ അതിൽ വളരെ ഗൗരവമുള്ള ഒരു സംഗതി തന്നെയാണ് ഈ നിർബന്ധിച്ച് ഗർഭചിത്രം എന്നുള്ളത്. നേരത്തെ ഈ ഗർഭചിത്രം നടത്തിയത് നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തി എന്ന് പറയുമ്പോഴും അത്തരം ശബ്ദരേഖകൾ പുറത്തു വരുമ്പോഴും എല്ലാവരും കരുതിയിരുന്നത് ഏതെങ്കിലും ആശുപത്രിയിൽ വെച്ചിട്ടാണ്, പ്രത്യേകിച്ച് ബംഗളൂരുവിൽ ഒരു ആശുപത്രിയിൽ എന്നൊക്കെ പറഞ്ഞിരുന്നു അന്ന്. അപ്പോൾ അങ്ങനെ ആശുപത്രി ഡോക്ടറുടെ സഹായത്തോടെയൊക്കെ ആണ് എന്നുള്ളതായിരുന്നു അന്ന് കരുതിയിരുന്നത്. പക്ഷേ ഇപ്പോൾ പെൺകുട്ടിയുടെ മൊഴി പുറത്തു വരുമ്പോൾ അത് അങ്ങനെയല്ല, അതിഭീകരമായ, അതല്ലെങ്കിൽ വളരെ പ്രാകൃതമായ രീതിയിലുള്ള ഒരു നടപടിയാണ് നടന്നത് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ തന്നെ അതിൻ്റെ ഗൗരവം മനസ്സിലാകും. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിന് ഇനിയുള്ള മണിക്കൂറുകൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, നിർണായകമാണ്. എത്രത്തോളം അയാൾക്ക് ഒളിച്ചിരിക്കാൻ പറ്റും എന്നുള്ള കാര്യമാണ്. കാരണം പാലക്കാട് നിന്ന് ഇന്നലെ മുങ്ങിയതാണ്. അത് മറ്റ് ജില്ലകളിലേക്ക് യാത്ര ചെയ്തിട്ടില്ല എന്നുള്ളൊരു അനുമാനത്തിലാണ് പോലീസ്. കാരണം പോലീസ് അയാളെ നിരീക്ഷിക്കാൻ ഒക്കെയുള്ള സംവിധാനം ഏർപ്പെടുത്തിയിരുന്നു ഈ പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എത്തുമ്പോൾ തന്നെ. കാരണം പോലീസിന് അറിയാമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോകും എന്നുള്ളത്. നിലവിൽ അയാൾക്കെതിരെ ഒരു അന്വേഷണം നടത്തുന്ന ക്രൈംബ്രാഞ്ചിൻ്റെ സംഘവും നിലവിലുണ്ട്. ഇന്നിപ്പോൾ ഇനി പ്രധാനപ്പെട്ട നീക്കങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് നടക്കാനുള്ളത്, ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ വരാനുള്ള സാധ്യതയാണ്. അത്തരമൊരു സൂചന ഇന്നലെ അയാളുടെ അഭിഭാഷകൻ നൽകുകയും ചെയ്തിരുന്നു. അവരത് മുൻകൂർ ജാമ്യം ലഭിക്കും എന്ന ആത്മവിശ്വാസത്തിലാണ് ആ ഹർജിയുമായി നീങ്ങുന്നത്. പക്ഷേ ഹൈക്കോടതി അത് ഈ ഘട്ടത്തിൽ എത്രത്തോളം അങ്ങനെ ഒരു നിലപാടെടുക്കുമെന്നുള്ള കാര്യം വ്യക്തമല്ല. മറ്റൊന്ന്, ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് ഇപ്പോൾ വന്നിരിക്കുന്ന പരാതി അത് പുതിയ കേസായിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത് അന്വേഷിക്കാൻ വേണ്ടി ഒരു പ്രത്യേക സംഘത്തെ, പ്രത്യേകിച്ച് വനിതാ IPS ഓഫീസറെ നിയമിച്ചുകൊണ്ട് അവരുടെ നേതൃത്വത്തിൽ ഒരു സ്പെഷ്യൽ ടീമിനെ നിയോഗിക്കാനുള്ള ഒരു നീക്കം ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അത് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് ഇന്നലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നിരുന്നു. ആദ്യം ഇത് നിലവിൽ കേസ് അന്വേഷിക്കുന്ന സംഘത്തിന് കൈമാറണമോ എന്നുള്ളതായിരുന്നു ആദ്യം പരിശോധിച്ചത്. പിന്നീട് ഇത് പ്രത്യേക കേസെടുത്ത് ഒരു പുതിയ ടീമിനെ, നേരത്തെ അന്വേഷിച്ച ടീമിനെ അല്ലാതെ പുതിയ ടീമിനെ നിയോഗിക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് എത്തിയത്. അത് സംബന്ധിച്ചൊക്കെ മുഖ്യമന്ത്രിയും ഓഫീസും കൃത്യമായ നിർദ്ദേശം